നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴയിൽ തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. ഫെഡറൽ ബാങ്കിന്റെ തൊടുപുഴ മെയിൻ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വാർഷികാഘോഷം നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി ജോർജ് താനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഹർ വീട് കൈക്കലാക്കി വാടകയ്ക്ക് നൽകി. തൊടുപുഴ നഗരത്തിൽ റോഡിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരിപ്പാതയിൽ ഇത്തരം നിരവധി കുഴികളുണ്ട്. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. നഗരസഭയും പൊതുമരാമത്ത് അധികൃതരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴയിൽ തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിലീഷ് സുകുമാരൻ സ്വാഗതം പറഞ്ഞു. 42 വിഭാഗങ്ങളിലായി 200-ലധികം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. 45ാമത് ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴ ഫോർകോർട്ട് ബാഡ്മിന്റൺ സ്റ്റേഡിയത്തിൽ തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അതിമനോഹരമായ ഇൻഡോർ കോർട്ടുകളും അതുപോലെ വുഡൻ പാനലിങ്ങോട് കൂടിയ കോർട്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. അത് ഏറ്റവും നല്ല കോച്ചിങ്ങിനുള്ള നമ്മുടെ കോച്ചുമാരുണ്ട്. അസോസിയേഷൻ ആണെങ്കിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന അതിന് കഴിവുറ്റ ആളുകളുടെ നേതൃത്വത്തിൽ അത് വളരെ ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരക്ഷമത ആരോഗ്യം നിലനിർത്തുന്നതിന് കായികപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതൊരു പ്രായവ്യത്യാസമില്ലാതെ ഏത് പ്രായത്തിലും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ആരോഗ്യമുള്ള നല്ല ശാരീരിക ക്ഷമതയുള്ള ഒരു മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളെ മറ്റ് അസുഖങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഏറ്റവും സുരക്ഷിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിലീഷ് സുകുമാരൻ സ്വാഗതം ആശംസിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, PK ഷമീം, PA ശ്രീകുമാർ, JS ചന്ദ്രൻ, ആന്റണി ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ ഖജാൻജി PR സുധീർ കുമാർ നന്ദി രേഖപ്പെടുത്തി. 11 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മുതൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ ഉൾപ്പെടെ 45 വിഭാഗങ്ങളിലായി 200-ൽ പരം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫെഡറൽ ബാങ്കിന്റെ തൊടുപുഴ മെയിൻ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വാർഷികാഘോഷം നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റും LCRD മേധാവിയുമായ ലാലുമോൻ VC അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഫെഡറൽ ബാങ്കിന്റെ തൊടുപുഴ മെയിൻ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 51ാം വാർഷികം ആഘോഷിച്ചു. 1974 ജൂൺ 24-ന് ഇടുക്കി റോഡിൽ കുളിരാങ്കൽ ബിൽഡിംഗ്സിൽ ബാങ്ക് സ്ഥാപക ചെയർമാൻ KP ഫോർമീസ് ഉദ്ഘാടനം ചെയ്ത ബ്രാഞ്ച് നഗരത്തിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ബാങ്കുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ബ്രാഞ്ച് ഹാളിൽ കൂടിയ യോഗത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റും LCRD മേധാവിയുമായ ലാലുമോൻ VC അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മുൻ റീജിയണൽ ഹെഡ് തോമസ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ബ്രാഞ്ചിന്റെ ദീർഘകാല ഇടപാടുകാരായ അഡ്വക്കേറ്റ് KT തോമസ്, TNT ടയേഴ്സ് ഉടമ ചന്ദ്രമോഹൻ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള, ജോസ് KP, കാക്കനാട് ജ്വല്ലറി, ഷാജി കൊച്ചുകുടി ബ്രാഹ്മിൻസ് ഗ്രൂപ്പ് CEO വിജയ് സത്യേന്ദ്ര തുടങ്ങിയവരും പങ്കെടുത്തു. ബ്രാഞ്ച് മേധാവി പ്രവീൺ പ്രഭാകരൻ സ്വാഗതവും നിമ്മി മരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി ജോർജ് താനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. FNPO സംസ്ഥാന AST സെക്രട്ടറിയും പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യ പ്രഭാഷണം നടത്തി.
IDC നടപ്പിലാക്കുന്നത് ഉടൻ നിർത്തിവെക്കുക, ഓഫീസുകൾ അടച്ചുപൂട്ടുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റർ ഓർഗനൈസേഷൻ ഇടുക്കി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. IDCകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക. IDCയുടെ മറവിൽ ഓഫീസുകൾ അടച്ചുപൂട്ടുന്നത് നിർത്തിവെക്കുക. INTUC ജില്ലാ സെക്രട്ടറി ജോർജ് താന്നിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യായമായ ആവശ്യങ്ങൾക്ക് FNPO എല്ലാ കാലവും ഒത്തൊരുമയോടെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും പോലും നോക്കാതെ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു പ്രതികരണശേഷിയുള്ള സംഘടനയാണ് FNPO. നമുക്കറിയാം, വെയിലാണെങ്കിലും മഴയാണെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണ് തപാൽ വകുപ്പിലെ ജീവനക്കാർ, അതും നമ്മുടെ പോസ്റ്റ്മാൻമാർ ചെയ്യുന്ന ജോലി അത്ര കഠിനമാണ്. അവരെയെല്ലാം ഒറ്റയടിക്ക് മാറ്റി നിർത്തി IDC എന്ന പേരിൽ പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെയും സാധാരണക്കാരായ മറ്റിടപാടുകാരെയും എല്ലാം ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സെന്ററിൽ നിന്നും ഒരു പ്രാവശ്യം ഓരോ വീട്ടിലേക്കും ഉള്ള കത്തുകളോ അല്ലെങ്കിൽ മറ്റ് പാഴ്സൽ സാധനങ്ങളോ എത്തിക്കാൻ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ആളില്ലെങ്കിൽ അത് തിരിച്ച് തന്നെ ആ IDC കേന്ദ്രത്തിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ വീട്ടുകാർക്കും ഇത് കൈപ്പറ്റേണ്ട ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. തിരിച്ച് വീണ്ടും ആ IDC സെന്ററിൽ ചെന്ന് ഇത് വാങ്ങേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. FNPO സംസ്ഥാന AST സെക്രട്ടറിയും പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ നേതാക്കളായ ജോർജ് കുട്ടി ജോസ്, KA ബെന്നി, KA ജോസ്, അബ്ദുൽ കരീം, സുഹേൽ സുബൈർ, അജോ അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്പേസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ കാർഷിക ലോൺ മേള സംഘടിപ്പിച്ചു. SBIയുമായി സഹകരിച്ചു നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം SBI റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ നിർവഹിച്ചു. സ്പൈസ് ലാൻഡ് FPO MD കൃഷ്ണകുമാർ TS അധ്യക്ഷത വഹിച്ചു. കർഷകരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുക, സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്താക്കൾക്ക് ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. കർഷകർക്ക് സുഗമമായ രീതിയിൽ ലോൺ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാർഷിക ലോൺ മേള സംഘടിപ്പിച്ചത്. SBIയുമായി സഹകരിച്ചാണ് സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇത്തരത്തിലൊരു ലോൺ മേള നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം SBI റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ നിർവഹിച്ചു. കളക്റ്റീവ് ബാർഗൈനിങ് പവർ, അതായത് കൂട്ടായ്മയിലൂടെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മതിയായ വിലയും അതുപോലെ തന്നെ അതിന് മൂല്യവർദ്ധിത പ്രോഡക്ട്സ് ആക്കി മാറ്റി കൂടുതൽ വില നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ലാഭകരമാക്കി തീർക്കുകയും ചെയ്യുന്നതിന് കർഷകർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടാണ് FPOയിൽ അംഗമാകുക എന്ന് പറയുന്നത്. ആദ്യമായി സ്പൈസ് ലാൻഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. ഇനിയും കൂടുതൽ വിജയങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ കർഷകരുടെ എണ്ണം 500,000 ആകാൻ സാധിക്കട്ടെ. അതിന് SBIയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിഫേർഡ് ബാങ്കറായി SBIയോട് സഹകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നതിൽ ഞാൻ ആദ്യമായി നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. SBI എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാരണം ഒരു കർഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ പ്രോഡക്ട്സും SBIയിൽ ലഭ്യമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിങ്ങളുടെ കൃഷി ആവശ്യത്തിന് മാത്രമല്ല, നിങ്ങളുടെ മറ്റുള്ള ആവശ്യങ്ങൾ, അതായത് എന്താണ് പറയുന്നത്, ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സും നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ ലഭ്യമാണ്. ഇൻഷുറൻസ് ആയാലും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് ആയാലും നിങ്ങൾക്ക് ലഭിക്കുന്ന എന്താ പറയുക, നിങ്ങൾക്ക് ഇൻകം അത് ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് വേണ്ട ഗൈഡൻസ് ആയാലും എല്ലാം തരാനായിട്ട് SBIയിൽ എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. മറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ വേഗതയോട് എത്താൻ സാധിക്കും. സ്പൈസ് ലാൻഡ് FPO MD കൃഷ്ണകുമാർ TS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പൈസ് ലാൻഡ് FPO CEO ഷാജി K നായർ, ഫിനാൻസ് ഡയറക്ടർ ശ്യാം PR, SBI അഗ്രി സെയിൽസ് ചീഫ് മാനേജർ അജയൻ TT, ബ്രാഞ്ച് മാനേജർ അരവിന്ദ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയും ഉടുമ്പന്നൂർ CDSും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ഷീബ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയും കുടുംബശ്രീ CDSും സംയുക്തമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലാഭം കിട്ടാൻ നിസ്സാരമായ ഒരു സാധനം ഇവിടെ നിന്ന് അവിടേക്ക് കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് രൂപയുടെ വരുമാനം കിട്ടുമെന്നുള്ളത് കൊണ്ടും വളരെ എളുപ്പത്തിൽ പണക്കാരനായി മാറാൻ കഴിയുമെന്നുള്ളത് കൊണ്ടും പലപ്പോഴും ഇത്തരം ആളുകളുടെ മോഹവലയത്തിൽപ്പെട്ട് ഇതിനു വേണ്ടി വിധിക്കപ്പെടാൻ, ഇതിന് കാരിയർമാരാകാൻ വിധിക്കപ്പെട്ട ഗതികേട് കൊണ്ട് പെട്ടുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്നതാണ് വർത്തമാനകാല കേരളത്തിന്റെ ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാവിലെ എന്നെ പറഞ്ഞ ചേട്ടന്മാരെ പോലെയുള്ള അത്തരം ചേട്ടന്മാർക്കെതിരായിട്ടുള്ളതല്ല നമ്മുടെ ഈ പ്രതിരോധം എന്നുകൂടി ചേർത്ത് വെക്കുകയാണ്. മറിച്ചു നമ്മുടെ നാടിന്റെ ഭാവി തലമുറയെ, ഈ നാടിന്റെ യൗവനത്തെയാക്കി കാണുന്നതിനൊന്ന നാളെ ഒരു കേരളം ഉണ്ടാകുമോ, ആ കേരളത്തിന് ബുദ്ധിയുള്ള ഒരു കേരളമായി വികസിക്കാൻ കഴിയുന്നതിനെല്ലാം തടസ്സം നൽകുന്ന നമ്മുടെ നാടിന്റെ യൗവനത്തിന്റെ ബുദ്ധിയും നാഡീവ്യൂഹവും എല്ലാം തകർക്കാൻ കഴിവുള്ള രാസലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, അതിനെതിരായിട്ടുള്ള ബോധവൽക്കരണമാണ്, അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ്. അതിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയി നാളെ ഭാവി കേരളത്തിന്റെ നല്ല നാളെകൾ ഇരുളടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലാണ് നാം ഒറ്റക്കെട്ടായി ഒരുക്കേണ്ടത്. ആ കരുതലൊരുക്കാൻ നമുക്കെല്ലാവർക്കും ജാഗ്രതയോടുകൂടി കാത്തിരിക്കാം. CDS ചെയർപേഴ്സൺ ഷീബ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഷ സലീം, വിവിധ സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരായ ഷീല തോമസ്, ബിജു ഐസക്, രാജേഷ് രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുടുംബശ്രീ കൗൺസിലർ ആൻസിയ ദിനേശ് സ്വാഗതവും CDS അംഗം ഫിൽസി ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. പുതിയൊരു ജീവിത സന്ദേശത്തിൽ ഗാഥ രചിക്കാൻ ഗീതികൾ പാടാൻ പഞ്ചായത്തിൻ നേതൃത്വത്തിൽ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഇടുക്കി ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഹർ വീട് കൈക്കലാക്കി വാടകയ്ക്ക് നൽകുന്നു. മറ്റു ചിലരാകട്ടെ വീട് കൈപ്പറ്റിയ ശേഷം സ്വന്തം ബഹുനില മന്ദിരത്തിലേക്ക് താമസം മാറ്റി. വാത്തിക്കുടി പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്താൽ 3 വീടുകൾ തട്ടിയെടുത്ത് കേവല ഉദാഹരണം മാത്രം. സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബം വരെയും പഞ്ചായത്തിൽ നിന്നും വീടും സ്ഥലവും കൈപ്പറ്റി. ഉപ്പുതറ പഞ്ചായത്തിന് പിന്നാലെ വാത്തിക്കുടിയിലും ലൈഫ് ഭവന പദ്ധതിയിൽ അനർഹർ കടന്നുകൂടി. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും വ്യാപകമായി അനധികൃതമായി വീടും സ്ഥലവും കൈക്കലാക്കി. സ്വന്തമായി വീടും സ്ഥലവും ഉള്ളവരും മറ്റ് വരുമാന മാർഗമുള്ളവരുമാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ വീടും സ്ഥലവും കൈക്കലാക്കിയിരിക്കുന്നത്. പലയിടത്തും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് സ്വന്തമാക്കിയ ശേഷം വാടകയ്ക്ക് നൽകുകയും മറ്റ് ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീട് പൂട്ടിയിട്ട ശേഷം മറ്റിടങ്ങളിലുള്ള സ്വന്തം വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയുമാണ്. വാത്തിക്കുടി പഞ്ചായത്തിൽ 12ാം വാർഡിൽപ്പെടുന്ന പ്രകാശിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം 3 കുടുംബങ്ങൾക്കായി 3 സെന്റ് വീതം പതിച്ചു നൽകുകയും 3 പേർക്കും 4 ലക്ഷം രൂപ വീതം മുടക്കി കോൺക്രീറ്റ് വീടും നിർമ്മിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ 3 എണ്ണവും ഇന്ന് ഉടമസ്ഥൻ താമസിക്കാതെ കിടക്കുകയാണ്. മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് ഇതിൽ ഒരെണ്ണം കൈക്കലാക്കിയത്. ഇതാകട്ടെ മുന്തിയ വാടകയ്ക്ക് നൽകിയ ശേഷം ഉടമ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തമായി താമസിക്കുകയുമാണ്. വാത്തിക്കുടി പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാനുമായ ബിജുമോൻ തോമസ് എന്ന വ്യക്തിയാണ് ഞാൻ. വാത്തിക്കുടി പഞ്ചായത്തിൽ 12ാം വാർഡിൽ പ്രകാശ് പഞ്ചായത്ത് ഓർമ്മ ഭാഗത്ത് വീടുകൾ അനാഥമായി കിടക്കുന്നു. അതായത് പഞ്ചായത്തിൽ നിന്ന് ഭൂമി നൽകുകയും പഞ്ചായത്ത് തന്നെ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരു ദിവസം പോലും താമസിക്കാതെ നിലവിൽ 3 വീടുകളാണ് അവിടെ അനാഥമായി കിടക്കുന്നത്. അവിടെ അതിലൊരു വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അവർ വാടകയ്ക്ക് പണം നൽകി അവർ വാടക മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് വാത്തിക്കുടി പഞ്ചായത്തിൽ തന്നെ 500 പേർ ലൈഫിൻ്റെ ലിസ്റ്റിൽ കിടക്കുകയാണ്. പെരുന്നൊട്ടി വാർഡിൽ തന്നെ നിരവധി ആളുകൾ വീടില്ലാതെ നനഞ്ഞൊലിച്ച് കിടക്കുകയാണ്. അപ്പോൾ അനർഹരായ ആളുകൾക്ക് ഗവൺമെൻറ് വീട് വെച്ച് നൽകുകയും പഞ്ചായത്ത് ഭൂമി നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ നടപടി ഞാൻ പലതവണ കളക്ടർക്ക് ഉൾപ്പെടെ പഞ്ചായത്ത് ഉൾപ്പെടെ പരാതി നൽകുകയും പഞ്ചായത്ത് അന്വേഷണ കമ്മീഷനിൽ വെച്ച് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഇപ്പോഴും പ്രകാശ് പഞ്ചായത്ത് പറമ്പ് ഭാഗത്ത് വീട് അനാഥമായി കിടക്കുന്നു. അവിടെ ഒരു വീട് ഇപ്പോഴും വാടക കൊടുത്തിരിക്കുന്നു. 2 വീടുകൾ അവിടെ വനം പിടിച്ച് കിടക്കുന്നു. ഈ നടപടി ശരിക്കും പരിശോധിച്ച് അനർഹരായ ആളുകളെ അവിടെ ഒഴിവാക്കുകയും അർഹരായ ആളുകൾക്ക് വീട് നൽകുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്.
മറ്റ് രണ്ടുടമകൾ മറ്റിടങ്ങളിലെ സ്വന്തം വീടുകളിലാണ് താമസം. 2015-20 കാലഘട്ടങ്ങളിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇവിടെ വീട് നിർമ്മിച്ച് നൽകിയത്. എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഇവിടെ ആരും താമസിക്കുന്നുമില്ല. ഭൂരഹിതരും ഭവനരഹിതരും ഏറെയുള്ളപ്പോൾ ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് അർഹരായവർക്ക് നൽകുവാൻ സർക്കാരിനാവണം. വാത്തിക്കുടി പഞ്ചായത്തിൽ അന്വേഷണ കമ്മീഷൻ തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്താൽ അധികൃതർ ചെറുവിരൽ അനക്കുന്നില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ചാമ്പ്യന്മാർ. വിജയികൾക്ക് തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ട്രോഫികൾ വിതരണം ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന 50ാമത് സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. തൃശൂർ 3ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് ട്രോഫികൾ വിതരണം ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ടോം ജോസ് കുന്നേൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വിജയകുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർ ജോസ് പുളിക്കൽ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സലിംകുട്ടി, സെക്രട്ടറി എം.എച്ച്. സജീവ്, ട്രഷറർ എബ്രാഹിം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി.ആർ. അമൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരത്തിൽ റോഡിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. മഴ പെയ്ത കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വാഹനയാത്രക്കാർ കുഴി കാണാതെ അപകടത്തിൽപ്പെടുന്നു. വെങ്ങല്ലൂർ മങ്ങാട്ടുകോല 4-വരി പാതയിൽ ഇത്തരം നിരവധി കുഴികളുണ്ട്. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. നഗരസഭയും പൊതുമരാമത്ത് അധികൃതരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരത്തിൽ റോഡിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. മഴ പെയ്ത കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വാഹനയാത്രക്കാർ കുഴി കാണാതെ അപകടത്തിൽപ്പെടുന്നു. വെങ്ങല്ലൂർ മങ്ങാട്ടുകവല 4-വരി പാതയിൽ ഇത്തരം നിരവധി കുഴികളുണ്ട്. വ്യാഴാഴ്ച വൈകുന്നേരം ഈ റോഡിലെ കുഴിയിൽ ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടു. സന്തോഷ് അറക്കലിന് പരിക്കേറ്റു. വീഴ്ചയിൽ ഷോൾഡറിന് പരിക്കേറ്റ് ചികിത്സയിലാണ്. ഈ കുഴിയിൽ വീണ് അപകടം ഉണ്ടാകുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഒരു നല്ല റോഡിൽ ഇടയ്ക്ക് കുഴി വരുമ്പം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും വലിയ അപകടങ്ങൾക്കത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സസൈസാണ് നമ്മൾ. വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ള ചെറിയ കുഴികൾ അടയ്ക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് സന്തോഷ് അഭ്യർത്ഥിച്ചു. ഇത്തരം ഈ മഴക്കാലത്ത് ഇത്തരം കുഴികളൊക്കെ അടയ്ക്കാൻ പ്രത്യേകിച്ച് ഇത്ര വലിയ കുഴികളൊക്കെ അടയ്ക്കാൻ PWD ശക്തമായ ഒരു നടപടി സ്വീകരിച്ചാൽ അത് ടൂ വീലർക്കാർക്കും വഴി നടക്കാർക്കും എല്ലാം വലിയൊരു ഉപകാരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നല്ലൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാം. നഗരസഭയും പൊതുമരാമത്ത് അധികൃതരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സമസ്ത ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന റാലി നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി TK അബ്ദുൾ കരീം സഖാഫി ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത ജില്ലാ പ്രസിഡന്റ് AK അബ്ദുൾ ഹമീദ് ബാഖഫി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സമസ്ത ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധാന റാലി നടത്തി. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ സമാപിച്ച റാലി സമസ്ത ജില്ലാ പ്രസിഡന്റ് AK അബ്ദുൾ ഹമീദ് ബാഖവിയുടെ അധ്യക്ഷതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി TK അബ്ദുൾ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഈ ആഘോഷത്തിന്റെ ഭാഗമായി യുദ്ധവിരുദ്ധ മുദ്രാവാക്യം മുഴക്കി സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നൊരു ദൗത്യം കൂടി ഈ പരിപാടിയിൽ ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിച്ചു വലമാവ് വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാണ് പണ്ഡിതന്മാർ. പരിശുദ്ധമായ ദീനിന്റെ തനിമ കാത്തു സൂക്ഷിച്ച് ആ ദൗത്യം ഏറ്റെടുത്ത് കേരളക്കരയിൽ സമൂഹത്തിന് ദിശാബോധം നൽകിയ ഏക പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനമല്ലാതെ ലോകത്ത് മറ്റൊന്നില്ല എന്ന് വളരെ സുതാര്യമായി നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടെ കേരളക്കരയിലുണ്ടായ മാറ്റങ്ങൾ എത്രയാണെന്ന് വിശദീകരിക്കാൻ പറ്റാത്ത അത്രയും വിപുലമുള്ള ഒരു തോതിലാണ്. ഏറ്റവും പ്രധാനമായും സമൂഹത്തെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നും വിദേഹത്തിൻ്റെ സലഫി മൂവ്മെൻറ്റിൽ നിന്നും പൂർണ്ണമായും സംരക്ഷിക്കാൻ സംഘടനയുടെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് കഴിഞ്ഞു എന്നത് വസ്തുതാപരമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ന് പല തലങ്ങളിലും പല രാജ്യങ്ങളും തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ ഭീകരതാണ്ഡവത്തിൽ കൊണ്ട് രാജ്യത്തിൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുമ്പോൾ കേരളത്തിൽ നിന്ന് കാണുന്ന ഈ മതസൗഹാർദ്ദം, കേരളത്തിൽ നിന്ന് കാണുന്ന ഈ സമുദായങ്ങൾക്കിടയിലുള്ള കെട്ടുറപ്പ് അത് സാധിച്ചെടുക്കുന്നതിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഹിക്കുന്ന പങ്ക് നിശ്ചലമാണ് എന്ന് ഇപ്പോൾ പറയേണ്ടതില്ല.
യുദ്ധങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് സമാധാനത്തിനല്ല, മറിച്ച് കുത്തക മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ ആയുധ വിൽപ്പനയ്ക്കുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CA അബ്ദുൽ സലാം സഖാഫി, റിയാസ് അഹ്സനി, SNK അബ്ദുൽ കരീം ഹാജി, KM ശംസുദ്ദീൻ മുസ്ലിയാർ, റാഷിദ് പെരുമ്പള്ളിച്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. SYS ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KM സുബൈർ അഹ്സനി സ്വാഗതവും KM അബ്ദുൽ ഗഫാർ സഖാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആം ആദ്മി പാർട്ടി ത്രിതല പഞ്ചായത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുത്തംകുഴിയിൽ പാർട്ടി ഓഫീസ് പ്രവർത്തനവും വിഷൻ 2025 മുന്നൊരുക്കങ്ങൾക്കും തുടക്കമായി. കോതമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് സജി തോമസ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി ത്രിതല പഞ്ചായത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുത്തംകുഴിയിൽ പാർട്ടി ഓഫീസ് പ്രവർത്തനവും വിഷൻ 2025 മുന്നൊരുക്കങ്ങൾക്കും തുടക്കമായി. ആം ആദ്മി പാർട്ടി പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കോതമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി റെജി ജോർജ് നിർവഹിച്ചു. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലത്തില് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കീരമ്പാറയിലും കവളങ്ങാടും വാഴപ്പെട്ടിയിലും പിണ്ടിമലയിലും നിങ്ങളുടെ എല്ലാം സഹായ സഹകരണത്തോടുകൂടി തന്നെ അഴിമതിരഹിത ഭരണം നടത്തുവാനായിട്ട് ഞങ്ങൾ മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കനാൽ ബണ്ട് റോഡുകൾ തകർന്നു തരിപ്പണമായിട്ട് കിടന്നിട്ട് MLA ഫണ്ട് കൊണ്ട് ഫണ്ട് അനുവദിച്ചിട്ട് പോലും ആ ഫണ്ട് അപര്യാപ്തമായി എന്ന് പറഞ്ഞുകൊണ്ട് മാസങ്ങളോളം വർഷങ്ങളോളം ആ പണി നീട്ടിവെച്ചപ്പോൾ അതിനെതിരെ ആ മാഫിയുടെ നമ്മുടെ ഷോജി ഉൾപ്പെടെ അതുപോലെ പുതുക്കൈ ബിജു ഉൾപ്പെടെ 3-ാം വാർഡിലെ നിരവധിയായ പ്രവർത്തകർ 500ഓളം വീടുകൾ കയറിയിറങ്ങി ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പെരുമ്പാവൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോയി കാല് പിടിച്ചു. സാറേ, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യമില്ല, ടെൻഡർ നടപടികൾ പൂർത്തിയായി കിടക്കുന്ന റോഡുകളാണ്, അത് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് പണിതു തരണം. ഡൽഹിയിലും പഞ്ചാബിലും പാർട്ടി നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രസിഡന്റ് സജി തോമസ് അധ്യക്ഷത വഹിച്ചു. AAP സീനിയർ സോഷ്യൽ മീഡിയ പ്രസിഡന്റ് ഷോജി കണ്ണമ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ആം ആദ്മി പാർട്ടിയുടെ ഉത്ഭവവും അതിന്റെ വളർച്ചയും ജനങ്ങൾ കണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ്. അനേകം ജനക്ഷേമകരമായ കാര്യങ്ങൾ ഡൽഹി മുതൽ പഞ്ചാബിലും ഇപ്പോൾ ഗുജറാത്തിലും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന മഹത്തായ കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ വലിപ്പം, മഹിമ, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, നന്മ എല്ലാം പ്രിയപ്പെട്ട ജനങ്ങളിലേക്ക് അറിയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മുത്തംകുഴി കളരിയിൽ ജനങ്ങൾക്ക് വേണ്ടി ആം ആദ്മിയുടെ ഒരു ഓഫീസ് ഞങ്ങൾ തുറന്നിരിക്കുന്നത്. എല്ലാ ജനങ്ങളെയും ഞങ്ങളുടെ ഈ പാർട്ടി പ്രവർത്തനങ്ങൾക്കായിട്ടും ഞങ്ങളുടെ ഈ ഓഫീസിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ, ലാലു മാത്യു, CK കുമാരൻ, ശാന്തമ്മ ജോർജ്, VC വിനോദ്, ജോസഫ് വർഗീസ്, KS ചന്ദ്രൻ, സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് അലൻഡോ ലാലു, ചന്ദ്രൻ മാളിയക്കുടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരിക്കെതിരെ കയ്യൊപ്പ് ശേഖരണവും നടത്തി. കയ്യൊപ്പ് ശേഖരണവും പോസ്റ്റർ പ്രദർശനവും കാളിയാർ പോലീസ് സ്റ്റേഷനിലെ SHOയും CAയുമായ ബിജു ജോൺ ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ലൂസി ജോർജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തൊടുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറായ വിദ്യാലക്ഷ്മി ക്ലാസിന് നേതൃത്വം നൽകി. കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരിക്കെതിരെ കയ്യൊപ്പ് ശേഖരണവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ കയ്യൊപ്പ് ശേഖരണം, പോസ്റ്റർ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു. കയ്യൊപ്പ് ശേഖരണവും പോസ്റ്റർ പ്രദർശനവും കാളിയാർ പോലീസ് സ്റ്റേഷനിലെ SHOയും CAയുമായ ബിജു ജോൺ ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ എക്സൈസ് റേഞ്ച് ഓഫീസിലെ സിവിൽ എക്സൈസ് ഓഫീസറായ വിദ്യാലക്ഷ്മി ക്ലാസിന് നേതൃത്വം നൽകി. യൂട്യൂബ് വീഡിയോസ്, ഇൻസ്റ്റഗ്രാം റീൽസ്, അല്ലേ? അങ്ങനെയൊക്കെയല്ലേ? ആണോ? അതെ, അങ്ങനെയൊക്കെയാണ്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് മാറ്റം വരും. അതില് നമുക്ക് മോശം പറയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ നല്ല വഴി കണ്ടെത്തി പോകുന്നതിലാണ് കാര്യം. പ്രിൻസിപ്പൽ ലൂസി ജോർജ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചടങ്ങുകൾക്ക് സ്കൗട്ട് മാസ്റ്റർ ബിജു ജോസഫ്, ഗേറ്റ് ക്യാപ്റ്റനും സോഷ്യൽ വർക്ക് ക്ലബ് കോർഡിനേറ്ററുമായ ജൂലിൻ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ ഡാലി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സജീവമായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴയിൽ തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു.
ബാങ്കിന്റെ തൊടുപുഴ മെയിൻ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വാർഷികാഘോഷം നടത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷൻ ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ സെക്രട്ടറി ജോർജ് താനിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഹർ വീട് കൈക്കലാക്കി വാടകയ്ക്ക് നൽകി. തൊടുപുഴ നഗരത്തിൽ റോഡിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. വെങ്ങല്ലൂർ മങ്ങാട്ടുകവല നാലുവരി പാതയിൽ ഇത്തരം നിരവധി കുഴികളുണ്ട്. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. നഗരസഭയും പൊതുമരാമത്ത് അധികൃതരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.